അമേരിക്കൻ ഐക്യനാടുകളിൽ 12 വർഷത്തോളം നീണ്ട വിജയകരമായ കരിയറിന് ശേഷം 36-ാം വയസ്സിൽ ഇന്ത്യയിലേക്ക് മടങ്ങാൻ തീരുമാനിച്ച് ഒരു യുവാവിന്റെ റെഡിറ്റ് പോസ്റ്റാണ് ചർച്ചാ വിഷയം. പ്രതിവർഷം $3,20,000 ശമ്പളവും അമേരിക്കയിൽ സ്വന്തമായി മോർട്ട്ഗേജ് രഹിത വീടും $1 മില്യണിൽ കൂടുതൽ സമ്പാദ്യവുമുള്ള ഒരാൾക്ക് ഇതെല്ലാം ഉപേക്ഷിക്കുന്നത് എന്തിനാണ്? ഈ ചോദ്യം ഏതൊരു സാധാരണക്കാരനെയും അത്ഭുതപ്പെടുത്തിയേക്കാം. എന്നാൽ ഇതിന് പിന്നിലെ കാരണങ്ങൾ പരിശോധിക്കുമ്പോൾ അത് ആധുനിക പ്രവാസി നേരിടുന്ന വലിയൊരു മാനസിക സംഘർഷത്തിന്റെ പ്രതിഫലനമാണെന്ന് കാണാം. ഈ തീരുമാനത്തിന് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വൈകാരികമാണ്. തന്റെ മാതാപിതാക്കൾ ഹൈദരാബാദിലാണ് താമസിക്കുന്നതെന്നും പ്രായമായി വരുന്ന അവരോടൊപ്പം സമയം ചെലവഴിക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. പ്രവാസികൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ നോവ് തങ്ങളുടെ മാതാപിതാക്കളുടെ വാർദ്ധക്യകാലത്ത് കൂടെയുണ്ടാകാൻ കഴിയുന്നില്ല എന്നതാണ്. പണം കൊണ്ട് നികത്താൻ കഴിയാത്ത ഈ വിടവ് നികത്താനാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. കൂടാതെ തന്റെ 3 കുട്ടികൾ മുത്തശ്ശിമാരുടെയും മറ്റു ബന്ധുക്കളുടെയും സ്നേഹം അനുഭവിച്ചു വേണം വളരാൻ എന്ന ആഗ്രഹവും ഇതിനു പിന്നിലുണ്ട്. സംയുക്ത കുടുംബങ്ങൾ നൽകുന്ന സുരക്ഷിത ബോധവും സ്നേഹവും വിദേശ രാജ്യങ്ങളിലെ അണുകുടുംബ വ്യവസ്ഥയിൽ ഇല്ല എന്ന തിരിച്ചറിവ് പല പ്രവാസികളെയും നാട്ടിലേക്ക് മടങ്ങാൻ പ്രേരിപ്പിക്കുന്നുമുണ്ട്. ഇന്ത്യയിലേക്ക് മടങ്ങുമ്പോൾ ലഭിക്കുന്ന ശമ്പള വാഗ്ദാനം 1.5 കോടി രൂപയാണ്. അമേരിക്കയിലെ 2.9 കോടിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് പകുതിയോളമാണെന്ന് തോന്നാമെങ്കിലും ഇന്ത്യയിലെ ജീവിത ചെലവ് കണക്കിലെടുക്കുമ്പോൾ ഇതൊരു വലിയ തുക തന്നെയാണ്. പർച്ചേസിംഗ് പവർ പാരിറ്റി പ്രകാരം നോക്കിയാൽ ഇന്ത്യയിലെ 1.5 കോടി രൂപയ്ക്ക് അമേരിക്കയിൽ 3 കോടിയേക്കാൾ മൂല്യം ഉണ്ടായേക്കാം. അമേരിക്കയിൽ വലിയ ശമ്പളം ലഭിക്കുമ്പോഴും ടാക്സ്, ഇൻഷുറൻസ്, പ്രോപ്പർട്ടി ടാക്സ്, ദൈനംദിന ജീവിത ചെലവ് എന്നിവ വളരെ കൂടുതലാണ്. എന്നാൽ ഇന്ത്യയിൽ, പ്രത്യേകിച്ചും ഹൈദരാബാദ് അല്ലെങ്കിൽ നവി മുംബൈ പോലുള്ള നഗരങ്ങളിൽ ഈ തുക കൊണ്ട് വളരെ ആഡംബരപൂർണമായ ജീവിതം നയിക്കാൻ സാധിക്കും. സ്വന്തമായി വീടും സമ്പാദ്യവും ഇതിനോടകം ഉള്ളതിനാൽ സാമ്പത്തികമായ വലിയൊരു റിസ്ക് അദ്ദേഹം എടുക്കുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. ഈ പോസ്റ്റിൽ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ഒരു ആശങ്ക കുട്ടികളുടെ പൊരുത്തപ്പെടലിനെ കുറിച്ചാണ്. 6-നും 9-നും ഇടയിൽ പ്രായമുള്ള 3 കുട്ടികളും അമേരിക്കൻ പൗരന്മാരാണ്. അമേരിക്കൻ വിദ്യാഭ്യാസ രീതിയിൽ വളർന്ന കുട്ടികൾക്ക് ഇന്ത്യയിലെ വിദ്യാഭ്യാസ രീതിയോടും കാലാവസ്ഥയോടും എത്രത്തോളം ഇണങ്ങിച്ചേരാൻ കഴിയുമെന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. പല പ്രവാസികളും നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിച്ചാലും കുട്ടികളുടെ ഭാവി ഓർത്താണ് അത് വേണ്ടെന്ന് വെക്കുന്നത്. എന്നാൽ ഇന്ത്യയിലെ പ്രീമിയം ഇന്റർനാഷണൽ സ്കൂളുകൾ ഇന്ന് ആഗോള നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്നത് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം നൽകുന്ന ഘടകമായിരുന്നു. വിദേശ രാജ്യങ്ങളിൽ എത്ര വലിയ സമ്പാദ്യമുണ്ടെങ്കിലും പലപ്പോഴും പ്രവാസികൾ ഒരുതരം ഒറ്റപ്പെടൽ അനുഭവിക്കാറുണ്ട്. ഉത്സവങ്ങളും ആഘോഷങ്ങളും വിദേശത്ത് കൃത്രിമമായി സൃഷ്ടിക്കുമ്പോൾ നാട്ടിൽ അത് സ്വാഭാവികമായ ജീവിതത്തിന്റെ ഭാഗമാണ്. അയൽക്കാരുമായുള്ള ബന്ധം, പെട്ടെന്നൊന്ന് പുറത്തുപോയി വരാനുള്ള സൗകര്യം, പ്രാദേശിക ഭാഷയോടുള്ള ആത്മബന്ധം എന്നിവയെല്ലാം നാട്ടിലേക്ക് വരാനുള്ള കാരണങ്ങളാണ്. ഈ യുവാവ് തന്റെ തീരുമാനത്തെ ഒരു ത്യാഗം എന്നതിനേക്കാൾ ജീവിതശൈലിയിലുള്ള ഒരു അപ്ഗ്രേഡ് ആയിട്ടാണ് കാണുന്നത്. ഈ കുറിപ്പ് വൈറലായതോടെ നെറ്റിസൺസ് 2 ചേരിയായി തിരിഞ്ഞാണ് പ്രതികരിച്ചത്. നിങ്ങൾ ശരിയായ തീരുമാനമാണ് എടുത്തത് എന്ന് പ്രതികരിക്കുന്നവരുമുണ്ട്. പണം എപ്പോഴും സമ്പാദിക്കാം, എന്നാൽ നഷ്ടപ്പെട്ട സമയം തിരിച്ചുപിടിക്കാനാവില്ല എന്നും പറയുന്നവരുണ്ട്. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഈ പ്രായത്തിൽ നിങ്ങളുടെ സാന്നിധ്യം ആവശ്യമാണ്. അമേരിക്കയിലെ ശുദ്ധവായു, മികച്ച ട്രാഫിക് സൗകര്യങ്ങൾ, വ്യക്തി സ്വാതന്ത്ര്യം എന്നിവ ഇന്ത്യയിൽ ലഭിക്കില്ല. കുട്ടികൾക്ക് ഇന്ത്യയിലെ തിരക്കും മലിനീകരണവും വലിയ വെല്ലുവിളിയാകും. 1 വർഷം കഴിഞ്ഞ് നിങ്ങൾ ഈ തീരുമാനത്തിൽ ഖേദിച്ചേക്കാം. നിങ്ങളുടെ കയ്യിൽ 9 കോടി രൂപ സമ്പാദിച്ചതുകൊണ്ടാണ് ഈ തീരുമാനം എളുപ്പമായത്. സാധാരണക്കാരായ പ്രവാസികൾക്ക് ഇത് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഇന്ത്യയിലെ തൊഴിൽ സാഹചര്യങ്ങൾ, ട്രംപ് ഭരണകൂടം കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കുമ്പോൾ ഇന്ത്യയിലെ IT, ഫിൻടെക് മേഖലയിൽ വലിയ വളർച്ചയിലാണ്. 1.5 കോടി രൂപയുടെ പാക്കേജുകൾ ഇന്ന് ഇന്ത്യയിൽ സീനിയർ പ്രൊഫഷണലുകൾക്ക് അപ്രാപ്യമല്ല. അതുകൊണ്ട് തന്നെ റിവേഴ്സ് ബ്രെയിൻ ഡ്രെയിൻ അഥവാ ഭുക്തിശക്തിയുള്ള യുവാക്കൾ നാട്ടിലേക്ക് തിരിച്ചെത്തുന്ന പ്രതിഭാസം വരും വർഷങ്ങളിൽ വർദ്ധിക്കാനാണ് സാധ്യത. ഈ യുവാവിന്റെ കഥ കേവലം ഒരു വ്യക്തിയുടെ അനുഭവം മാത്രമല്ല, മറിച്ച് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് പ്രവാസികൾ നേരിടുന്ന ധർമ്മസങ്കടത്തിന്റെ നേർചിത്രമാണ്. എവിടെ ജീവിക്കണമെന്നത് കേവലം സാമ്പത്തിക ലാഭത്തിന്റെ അടിസ്ഥാനത്തിലല്ല തീരുമാനിക്കേണ്ടത്, മറിച്ച് മാനസികമായ സംതൃപ്തി കൂടി കണക്കിലെടുത്താവണം എന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അമേരിക്കൻ സുഖ സൗകര്യങ്ങളെക്കാൾ പ്രധാനം സ്വന്തം വേരുകളിലേക്ക് മടങ്ങുന്നതായി അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട്.